അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. നീ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചാ അല്ലാഹുവിന്റെ തൃപ്തി നീ നേടണേ, അല്ലാഹുവിന്റെ സഹായം നീ നേടണേ, എങ്കിലേ അതിൽ ബർക്കത്തുണ്ടാകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ തൃപ്തി നീ നേടണം. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനകത്ത് അള്ളാന്റെ സഹായമില്ലാതെ നീ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. അള്ളാഹുവിന്റെ സഹായം നീ നേടണം. അള്ളാഹുവിന്റെ സഹായം നേടാനുള്ള വഴി എന്താ? ഒറ്റ ഉദാഹരണം ഞാൻ ചോദിക്കാം. ഒരു 10-15 കൊല്ലം മുമ്പ്, ഒരു 10-15 വർഷം മുമ്പ് നിങ്ങളുടെ വീട്ടിൽ ഒരു തെങ്ങ് നട്ടു. ആ തെങ്ങിൽ നിന്ന് ആദ്യമായിട്ട് കിളിക്കുന്ന തേങ്ങ എന്ത് ചെയ്യുമായിരുന്നു? പറ, എന്ത് ചെയ്യുമായിരുന്നു? വെട്ടിയടിക്കുമായിരുന്നു? എടാ, നിങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടൊരു തെങ്ങ് വെച്ചു. ആ തെങ്ങിൽ നിന്ന് ആദ്യമായിട്ട് കിളിക്കുന്ന തേങ്ങ എന്ത് ചെയ്യുമായിരുന്നു? പള്ളി കൊടുക്കുമായിരുന്നു. 10 മുട്ട വെച്ചു കോഴിയെ വിരിക്കാൻ. ഒരു കോഴി അള്ളാഹുടെ പള്ളിക്ക്. ഇപ്പോഴോ നിന്റെ ആമാശയത്തിൽ. അള്ളാഹു കാക്കുമാറാകട്ടെ. വെറുതെയാണെന്ന് കരുതിയോ? 10ാം ക്ലാസിന്റെ പരീക്ഷ എഴുതാൻ പോകുമ്പോ പള്ളിയുടെ